ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വൻ തീപിടുത്തം. മേനംകുളം വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള കാട്ടിലാണ് തീപിടുത്തമുണ്ടായത്. വനിതാ ബറ്റാലിയന്റെ ഓഫീസും ഭാരത് ഗ്യാസിന്റെ റീഫില്ലിംഗ് പ്ലാന്റും സമീപത്തുണ്ട്. ഫയർഫോഴ്സ് സംഘം തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമത്തിലാണ്. സാരംഗ് സുധാകരൻ, സാരംഗ്, എന്താണ് വിശദാംശങ്ങൾ? നിലവിലെ അവസ്ഥ എന്താണ്? ഇപ്പോഴും ഈ തീ അണക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് ദൃശ്യങ്ങളടക്കം വ്യക്തമാവുന്നത്. അതായത് ഒരു അരമണിക്കൂറിലധികമായി ഇവിടെ ഈ പ്രദേശത്ത് തീ പടർന്നിട്ട്, അതായത് ഈ ഒരു വ്യാവസായിക വകുപ്പിന്റെ കീഴിലുള്ള ഈ സ്ഥലം കാട് മൂടിക്കിടക്കുകയായിരുന്നു. അതിന്റെ ഉൾഭാഗത്താണ് തീ ആദ്യം പടർന്ന് ആരംഭിച്ചത്. പിന്നീട് മറ്റു ഭാഗങ്ങളിലേക്ക് നമുക്കറിയാം, ഇപ്പോൾ ഉച്ച സമീപമാണ്, എല്ലാ ഭാഗങ്ങളും ഉണങ്ങി നിൽക്കുന്ന സമയമാണ്. തീ പെട്ടെന്ന് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പടരുകയായിരുന്നു. ഇതിൽ ഒരു വലിയ ഗുരുതരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ഒരു ഭാരത് ഗ്യാസിന്റെ റീഫില്ലിംഗ് പ്ലാന്റ് സമീപത്തുണ്ട്. അതുകൊണ്ട് തീ അങ്ങോട്ട് പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുന്നത്. ആ ഭാഗത്തേക്ക് തീ പടരുകയാണെന്നുണ്ടെങ്കിൽ സാഹചര്യം കൈവിട്ടു പോകും. അതുകൊണ്ട് അത്തരത്തിലുള്ള രീതിയിലേക്ക് ഈ ഒരു സാഹചര്യം മാറാതിരിക്കാൻ വേണ്ടി മറ്റ് പല യൂണിറ്റുകളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങളും യൂണിറ്റുകളും ഇവിടേക്ക് ഉടൻ തന്നെ എത്തും. കൂടുതൽ യൂണിറ്റുകൾ ഇങ്ങോട്ട് എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് ഫയർഫോഴ്സ് നൽകുന്ന വിവരം. അങ്ങനെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തീ എത്രയും പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കാനാണ് ഫയർഫോഴ്സിന്റെ നീക്കം. ഒപ്പം തന്നെ കിൻഫ്ര പാർക്കിന് സമീപമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഈ മേനംകുളം എന്ന് പറയുന്ന ഭാഗത്ത്. ഇൻഡസ്ട്രിയൽ ഏരിയ, മറ്റ് പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ തീ കൂടുതൽ ഭാഗത്തേക്ക് പടരുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് അടക്കം എത്തും. അതുകൊണ്ട് തന്നെ തീ എത്രയും പെട്ടെന്ന് നിയന്ത്രണമാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുന്നത്. ശ്രീജ, ഈ സമീപത്തുള്ള ഭാരത് ഗ്യാസിന്റെ പ്ലാന്റ് ആയാലും അതൊക്കെ വലിയ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ്. അങ്ങോട്ടേക്ക് തീ പടരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്? എന്തൊക്കെയാണ് ഈ സമീപത്തുള്ള മറ്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഇത് സൂചിപ്പിച്ച പോലെ തന്നെ വനിതാ ബറ്റാലിയന്റെ ഓഫീസും ഒപ്പം ഭാരത് ഗ്യാസിന്റെ റീഫില്ലിംഗ് പ്ലാന്റുമാണ് സമീപത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലേക്ക് തീ പടരാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഹെലികോപ്റ്ററിലടക്കം വെള്ളമെത്തിച്ചുകൊണ്ട് പെട്ടെന്ന് തീ അണക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് വിലയിരുത്തുന്നത്. കാരണം തന്ത്രപ്രധാനമായ ഒരു മേഖലയായതുകൊണ്ട് തന്നെ തീപിടുത്തം അത് ഗുരുതരമായ സാഹചര്യം ഉണ്ടാക്കുന്നുള്ള കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അത്തരത്തിൽ, അതായത് ഈ ഒരു ഹെലികോപ്റ്ററിൽ വെള്ളമെത്തിച്ചുകൊണ്ട് അവിടെ തീ അണക്കാനുള്ള ശ്രമം. കാരണം ഒരു കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തീ വലിയ പ്രദേശത്തേക്ക് പടർന്ന് പിടിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തുന്ന സമയത്ത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ തീ അവിടെ പടർന്നു കഴിഞ്ഞിരുന്നു. പക്ഷേ കൂടുതൽ യൂണിറ്റിനെ അവിടെ എത്തിച്ച് തീ അണക്കാനുള്ള ശ്രമമാണ് പിന്നീട് ഫയർഫോഴ്സ് നടത്തിയത്. പക്ഷേ ഈ ഒരു പ്രതികൂല കാലാവസ്ഥയും ഇപ്പോഴത്തെ ഒരു ചൂട് കൂടിയ ഒരു സമയമായതുകൊണ്ട് തന്നെ തീ വളരെ പെട്ടെന്ന് മറ്റുള്ള പ്രദേശത്തേക്ക് പടരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടിയാണ് പോലീസ് ഫയർഫോഴ്സ് ഇപ്പോൾ പടരുന്നത്. അതായത് തീ മറ്റുള്ള ഭാഗത്തേക്ക് പടരാതെ ഒരു ഭാഗത്ത് മാത്രം നിയന്ത്രിച്ച് നിർത്തുക എന്നൊരു സാഹചര്യം, അങ്ങനെ ആ രീതിയിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നീക്കം. അതിനൊപ്പം തന്നെ ഈ ഒരു തീ എത്രയും പെട്ടെന്ന് അണയ്ക്കാൻ, അത് നിയന്ത്രണ വിധേയമാക്കി അണയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ഹെലികോപ്റ്ററിലടക്കം വെള്ളം എത്തിച്ചുകൊണ്ട് ഈ തീ അണക്കാനുള്ളൊരു സാധ്യത കൂടി ഈ ഫയർഫോഴ്സ് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഇത് ഒരു അത്യാവശ്യം ആളുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണോ? എങ്ങനെയാണ് ഇവിടെ ഒരു തീപിടുത്തത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ശ്രീജ, ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ തീപിടുത്തത്തിന്റെ കാരണം എന്തെന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം ഇപ്പോൾ ഫയർഫോഴ്സ് കാര്യമായിട്ടും അതിൽ ഈ നിയന്ത്രണ വിധേയമാക്കുന്ന കാര്യത്തിലേക്ക് അതിനുമാണ് കാര്യമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീ എങ്ങനെ പടർന്നു, അതിന്റെ കാരണം എന്താണ്, ഒപ്പം തന്നെ അതിൽ വേറെ എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഈ പടർന്ന ഭാഗം എന്ന് പറയുന്നത് കുറെ കാലമായി ഇത്തരത്തിൽ, അതായത് കാട് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ അത് സമീപവാസികളുടെ ശ്രദ്ധയിൽ പെട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഈ നല്ല രീതിയിൽ പടർന്നപ്പോഴാണ് പെട്ടെന്ന് സമീപവാസികൾ ഫയർഫോഴ്സിനെ അറിയിക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ അടുത്ത്, അതായത് ഒഴിഞ്ഞ ഒരു പ്രദേശമാണ്, കാട് മൂടിക്കിടക്കുന്ന പ്രദേശം, തൊട്ടടുത്ത് വീടുകളോ മറ്റു സ്ഥാപനങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇത് പൊതുജനത്തിന്റെ സ്ഥാപനങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഈ ഭാരത് ഗ്യാസിന്റെ റീഫില്ലിംഗ് പ്ലാന്റ് ആണ് വലിയൊരു ഭീഷണി ഉയർത്തുന്നത്. കാരണം തീ അങ്ങോട്ടേക്ക് പടരുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അത് ഗുരുതരമായ സാഹചര്യം ഉണ്ടാക്കും. അത് വലിയൊരു ദുരിതത്തിലേക്ക് അടക്കം എത്താനുള്ള സാഹചര്യമുണ്ട്. പിന്നെ ഒപ്പം തന്നെ വനിതാ ബറ്റാലിയന്റെ ഓഫീസും ഇവിടെ പ്രവർത്തിക്കുന്നു. ആ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരടക്കം ഇവിടെ നിന്ന് മാറ്റി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വിനോദ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ഇത് വ്യവസായ വകുപ്പിന് കീഴിലുള്ള മേഖലയാണ്. ഈ തന്ത്രപ്രധാന കേന്ദ്രം, അപ്പുറത്ത് ഭാരത് ഗ്യാസിന്റെ പ്ലാന്റ് ഒക്കെ ഉള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. ഈ ഭൂമിശാസ്ത്രപരമായി ഈ ഉണ്ടായിട്ടുള്ള ഈ തീ എത്രത്തോളം ആശങ്ക ഉണ്ടാക്കുന്നതാണ്? ശ്രീജ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൊട്ടടുത്ത് തന്നെ മറ്റ് വീടുകളില്ല. എന്നാൽ ഒരു വശത്ത് ജനവാസ മേഖലയാണ്,
അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് തീ പടരാതിരിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. പ്രധാനമായും ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ തീ കെടുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേവിയുടെ സഹായം ഉൾപ്പെടെ തേടിക്കൊണ്ട് ഇവിടെ ഹെലികോപ്റ്ററിൽ വെള്ളമെത്തിച്ച് അത് തീ കെടുത്തുന്നതിന് വേണ്ടിയുള്ള അത് ആക്കുളത്തെ സദേൺ എയർ കമാൻഡ് ഉണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചി നേവൽ ബേസ് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതിനകം തന്നെ ആശയവിനിമയം നടത്തിയെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല വനിതാ ബറ്റാലിയന്റെ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് ഈ വളപ്പിനോട് ചേർന്നാണ് ഈ പറമ്പുള്ളത്. ഏക്കർ കണക്കിന് സ്ഥലത്തിപ്പോൾ തീ പിടിച്ചുവെന്ന വിവരമാണ്. ആ തരത്തിൽ നമുക്കിപ്പോൾ ക്യാമറകൾ ദൃശ്യങ്ങളിൽ വരുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഈ പുകച്ചുരുളുകൾ കാണുന്ന പ്രദേശത്തിനപ്പുറത്തേക്കുമൊക്കെ തീ പടർന്നിട്ടുണ്ട്. ആകെ പുക മൂടിയ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു വ്യാപ്തി എത്രയെന്ന് നമുക്കിപ്പോൾ തിട്ടപ്പെടുത്താൻ കഴിയില്ല. എങ്കിൽ തന്നെയും വലിയൊരു മേഖലയിൽ തീ പടർന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ പുക വരുന്നത് കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ യൂണിറ്റുകൾ ഇപ്പോൾ സ്ഥലത്തെത്തുന്നുണ്ട്. അവർ തീ കെടുത്താനുള്ള അഗ്നിശമന സേനയുടെ പരിശ്രമം തുടരുകയാണ്. സമീപത്തു നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു അപകടകരമായ സാഹചര്യം ഭാരത് പെട്രോളിയത്തിന്റെ റീഫില്ലിംഗ് പ്ലാന്റ് ഈ സ്ഥലത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയും അതിനടുത്തുമൊക്കെ തന്നെ ഈ കുറ്റിക്കാട് കയറിയ പ്രദേശമാണ്. അതുകൊണ്ട് തീ അങ്ങോട്ട് പടരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കാനുള്ള ശ്രമം കൂടി ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നു. വേനൽക്കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറു മരങ്ങളും അവിടുത്തെ പുല്ലുമൊക്കെ ഉണങ്ങിയ നിലയിലാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തീ പടരുന്ന ഒരു നില കൂടിയുണ്ട്. അതാണ് കൂടുതൽ ആശങ്കയ്ക്ക് ഇടയാക്കുന്നതും. എന്നിരുന്നാലും ഇപ്പോൾ അഗ്നിശമന സേന വലിയ പരിശ്രമമാണ് തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി നടത്തുന്നത്. ശ്രീജ, ഇതിപ്പോ ഏത് ഘട്ടത്തിലാണ് ഈ തീപിടുത്തം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അവർക്ക് ഫയർഫോഴ്സിന് നിയന്ത്രിക്കാവുന്ന ഒരു തരത്തിലാണോ കാര്യങ്ങൾ ഉള്ളത്, അതോ അതിനും അപ്പുറത്തേക്ക് ഈ പ്രതികൂല കാലാവസ്ഥ അടക്കം പ്രശ്നമാണ്? നമുക്കറിയാം, ഈ ജനുവരി ആണെങ്കിലും നല്ല ചൂടാണ്. പ്രത്യേകിച്ച് ഒരു ഏറ്റവും ഒരു ഉഷ്ണം അനുഭവപ്പെടുന്ന, ചൂട് അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണല്ലോ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ തരത്തിൽ തന്നെ, അതായത് ഒരു പ്രദേശത്ത് മാത്രമല്ല മറ്റ് സ്ഥലങ്ങൾ കൂടിയുണ്ട്, ഇതിന് അടുത്തുള്ള സ്ഥലങ്ങൾ കൂടിയുണ്ട്. അവിടേക്കൊക്കെ തന്നെ ഈ അഗ്നി പടർന്നിട്ടുണ്ട് എന്നതാണ് നമുക്ക് ക്യാമറയുമായി പോകാൻ കഴിയുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ. കാറ്റ് പ്രതികൂലമാണ്. ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ തീ പടരുന്നതിനുള്ള സാഹചര്യം കൂടി അത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ആ തരത്തിൽ നമുക്കിപ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യമെന്ന് പറയാൻ തരത്തിലുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇപ്പോഴും പലയിടങ്ങളിലായി പുകച്ചുരുളുകൾ ഉയരുകയാണ്. അതായത് ആ മേഖലകളിലൊക്കെ തന്നെ തീ പടർന്നിട്ടുണ്ട് എന്നത് വ്യക്തം. അത് മാത്രമല്ല, ഒരു വശത്ത് ചരിഞ്ഞ പ്രദേശമാണ്. ഈ ചരിവുള്ളത് കൊണ്ട് തന്നെ ഏതൊക്കെ മേഖലയിലേക്കാണ് ഇപ്പോൾ തീ പടർന്നിട്ടുള്ളത് എന്നത് വളരെ വ്യക്തമായി നമുക്ക് പറയുക സാധ്യമല്ല. പക്ഷേ ഈ പ്രദേശമാകെ ഇപ്പോൾ പുക മൂടിയ നിലയിലാണ്. അങ്ങനെയെങ്കിൽ നേരത്തെ ഈ പ്രദേശവാസികൾ പറഞ്ഞതുപോലെ തന്നെ ഏക്കർ കണക്കിന് പ്രദേശത്തേക്ക് ഈ തീ വ്യാപിച്ചു എന്നതാണ്. മാത്രമല്ല, ഈ ഒരു വശത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരല്പം ദൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾ പാർക്കുന്ന സ്ഥലമുണ്ട്, ജനവാസ മേഖലയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇപ്പോൾ ഒരു സാധ്യത, മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ ഈ JCB ഒക്കെ ഉപയോഗിച്ച് റോഡിനോട് ചേർന്ന പ്രദേശങ്ങളിൽ ഇത് മാറ്റാനുള്ള, അതായത് ചെടികൾ വളർന്നു നിൽക്കുന്നത് അവിടെ നിന്ന് വൃത്തിയാക്കാനുള്ള, ഈ പടർന്ന് ജനവാസ മേഖലകളിലേക്ക് കയറാതിരിക്കാൻ അവിടെ ഈ പരമാവധി പുല്ലൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ എത്രമാത്രം പര്യാപ്തമാകും എന്നതിൽ നമുക്ക് ഇപ്പോൾ ആശങ്കയുണ്ട്. വളരെ വിസ്തൃത ഉള്ള ഒരു പ്രദേശമാണ്, ഏക്കർ കണക്കിന് ഭൂമിയാണ്. അതിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഇപ്പോൾ ഇങ്ങനെ പുകച്ചുരുളുകൾ വരികയാണ്. ഇത് ഒരു സ്ഥലത്ത് തീ പടർന്ന് അതിങ്ങനെ വ്യാപിച്ചതാണോ, അതല്ല പല സ്ഥലങ്ങളിലായി തീപിടുത്തം ഉണ്ടായോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. പോലീസിന്റെ ക്യാമ്പ്, അതായത് വനിതാ ബറ്റാലിയൻ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിനോട് തൊട്ട് ചേർന്നാണ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഭാരത് പെട്രോളിയത്തിന്റെ റീഫില്ലിംഗ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന, വലിയ തോതിൽ അവിടെ ഈ പാചകവാതകമൊക്കെ സംഭരിക്കുന്ന ഇടമാണ്. അങ്ങനെയുള്ള ഒരു പ്രദേശത്താണ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അവിടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭാരത് പെട്രോളിയത്തിന്റെ പ്ലാന്റ് ആണ്, റീഫില്ലിംഗ് പ്ലാന്റ് ആണ്. ഏതായിരുന്നാലും ഇപ്പോൾ കൂടുതൽ യൂണിറ്റ് അവിടേക്ക് എത്തുന്നു. 5 യൂണിറ്റുകളാണ് ഇപ്പോൾ സ്ഥലത്തുള്ളത്. 5 ഫയർഫോഴ്സിന്റെ 5 യൂണിറ്റുകളാണ് എത്തിയിട്ടുള്ളത്. വ്യവസായ വകുപ്പിന് കീഴിലുള്ള സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ കാട് കയറി കിടക്കുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവിടെ കാട് പിടിച്ച് കിടക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ആ തരത്തിൽ ഉള്ള അങ്ങനെ ഒരു സ്ഥലത്ത് ഈ തീ വന്നത് ഒരു അസ്വാഭാവികതയിൽ, ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം, അവിടേക്ക് ആളുകൾ അധികം പോവാത്തൊരു സ്ഥലം, അവിടെ എങ്ങനെയായിരിക്കും ഇങ്ങനൊരു തീ വന്നത്?
അത് വേനൽക്കാലമായതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു പ്രതികൂല സാഹചര്യത്തിൽ തീപിടുത്തമുണ്ടായതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ, അങ്ങനെയുള്ള സാധ്യതകളൊക്കെ പരിശോധിക്കാനുള്ള സമയമാകുന്നേ ഉള്ളൂ. ഇപ്പോൾ ഏതായിരുന്നാലും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. വനിതാ ബറ്റാലിയന്റെ കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ടിന് ചുറ്റും ഇങ്ങനെ അല്ലെങ്കിൽ അതിനെ വലിയൊരു അളവ് വരെ അതിന്റെ പരിസരത്ത് ഇങ്ങനെ തീ പടരുന്ന ഒരു നിലയുണ്ട്. അവിടെയാണ് 5 യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോൾ ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം നടത്തുന്നത്. മാത്രമല്ല കുറ്റിക്കാടെന്ന് പറയുമ്പോൾ ആ പ്രദേശത്ത് തന്നെ ഈ ചെറിയ കാടുകൾ മാത്രമല്ല ഉണങ്ങിയ മരങ്ങൾ ഉൾപ്പെടെ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ കാറ്റ് കൂടി ഉള്ളതുകൊണ്ട് ഇപ്പോൾ പ്രദേശത്ത് കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്. കാറ്റുള്ളത് കൊണ്ട് തന്നെ വളരെ വേഗം തീ പടരുന്ന ഒരു നിലയുണ്ട്. വളരെ ഉയരത്തിലാണ് പല സ്ഥലങ്ങളിലും തീ പടർന്ന് പിടിക്കുന്നത്. വലിയ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭീതി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇത് ഫയർഫോഴ്സിന്റെ മാത്രം പ്രയത്നം കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ കഴിയുമോ എന്ന തരത്തിലും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് ഹെലികോപ്റ്ററിൽ ഈ ജലമെത്തിച്ച് തീ കെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വേണ്ടിവരുമെന്ന ഒരു നിലയുണ്ടാകുന്നത്. ഏതായിരുന്നാലും പോലീസ് ആസ്ഥാനത്ത് നിന്ന് സൈനിക വിഭാഗങ്ങളുമായുള്ള ആശയവിനിമയം നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സർക്കാരും ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഇടപെട്ടു എന്ന വിവരമാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകും. നമ്മൾ കാണുന്നത് ആ റോഡിലേക്ക് അടക്കം എത്രത്തോളം ഇതിന്റെ ഒരു ആഘാതം അനുഭവപ്പെടുന്നു എന്നതാണ്. ഇത് ഈ കോമ്പൗണ്ടിനകത്താണ് ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളതെങ്കിൽ പോലും ഇപ്പോൾ ആ വഴിയിൽ അടക്കം വലിയ രീതിയിലുള്ള പുകച്ചുരുളുകൾ തീ ആ ഭാഗത്തേക്ക് വരെ തീയുടെ ആഘാതം എടുക്കുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ആ മുഴുവൻ സ്ഥലവും അവ്യക്തമാവുന്ന രീതിയിലുള്ള പുകച്ചുരുളുകളാണ് ആ മേഖലയിൽ ഇപ്പോൾ കാണുന്നത്. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ആ റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് എത്രത്തോളം ഗുരുതരമാണ് സാഹചര്യം എന്ന് കൂടി വ്യക്തമാവുന്നത്. തീർച്ചയായും ശ്രീജ, ഇതിപ്പോൾ ഈ പ്രദേശത്തു നിന്ന് തീ പടർന്ന പ്രദേശം എത്രയാണ്, ആ ഏതെല്ലാം മേഖലകളിലേക്ക് തീ പടർന്നിട്ടുണ്ട് എന്ന് പോലും മനസ്സിലാക്കാനാകാത്ത തരത്തിലാണ് തീ ചുരുളുകൾ ഈ അന്തരീക്ഷത്തിൽ ഉയരുന്നത്. പുകപടലം അവിടെ വ്യാപിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് നിന്ന് അങ്ങോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഫയർഫോഴ്സിന്റെ 5 യൂണിറ്റുകൾ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പക്ഷെ വളരെ വേഗം തീ വ്യാപകമാവുകയായിരുന്നു. 5 യൂണിറ്റുകളാണ് ഇപ്പോൾ തീ കെടുത്താനുള്ള ശ്രമം നടത്തുന്നത്. ഇത് എത്ര ദൂരത്തിൽ വ്യാപിച്ചു എന്നത് കണ്ടെത്തുക ഇപ്പോൾ അസാധ്യമായ ഒരു കാര്യമാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പല പ്രദേശവും ഈ തീ പിടിച്ചതിന് ഉള്ളിലേക്ക് ഇങ്ങനെ കാട് കയറി കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഒരു വ്യാപ്തി എത്രയെന്ന് ഇപ്പോൾ കണ്ടെത്തുക പ്രയാസമാണ്. ഏതായിരുന്നാലും ചില ഭാഗങ്ങളിൽ തീ നിയന്ത്രണ വിധേയമാണ്, തീ കെടുത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റ് പല സ്ഥലങ്ങൾക്കും ഇപ്പോൾ പുകച്ചുരുളുകൾ വരികയാണ്. ശരി, മേനംകുളത്താണ് ഈ വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. വ്യവസായ വകുപ്പിന്റെ അധീനതയിലുള്ള ഭൂമിയിലെ കുറ്റിക്കാട്ടിൽ തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു. 1 മണിക്കൂറിൽ കൂടുതലായി 1.5 മണിക്കൂറായി തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെയും ഈ തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഫയർഫോഴ്സിൻ്റെ 5 യൂണിറ്റുകളാണ് തീ നിയന്ത്രിക്കാനായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. വിനോദ്, ഈ അടിയന്തരമായി ഇത് കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. പ്രത്യേകിച്ച് അതിന് സമീപത്തുള്ള വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, ഭാരത് ഗ്യാസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ കണക്കാക്കുമ്പോൾ അതിലെത്രത്തോളം ഈ ഘട്ടത്തിൽ ഫയർഫോഴ്സിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇപ്പോൾ പല മേഖലകളിലും ഈ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടായില്ല. ഇത് ഏക്കറുകൾ വിസ്തൃതിയുള്ള പ്രദേശമാണ്. വ്യവസായ വകുപ്പിന് കീഴിൽ വരുന്നൊരു പ്രദേശമാണ്. അവിടെ വർഷങ്ങൾക്ക് മുൻപ് വ്യവസായ വകുപ്പ് ഏറ്റെടുത്ത മറ്റ് പല കേന്ദ്രങ്ങളും ഇപ്പോൾ വേളിയിലേക്ക് പോലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഏറ്റെടുത്ത ഒരു മേഖലയാണ്. ആ മേഖലയിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കാട് കയറി കിടക്കുകയാണ്. വർഷങ്ങളായി കാട് കയറി കിടക്കുന്നു. കൂടുതൽ ആളുകളും ആൾസഞ്ചാരമില്ലാത്ത പ്രദേശങ്ങൾ ഈ ഏക്കർ കണക്കിന് വരുന്ന ഭൂമിക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഈ തീപിടുത്തം ഉണ്ടായി എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. നമുക്കറിയാം, വേനൽക്കാലമാണ്, വേനൽക്കാലം തുടങ്ങുകയാണ്. ആ തരത്തിലുണ്ടായ ഒരു അപകടമാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യമുണ്ടോ, ഇതെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ ഫയർ യൂണിറ്റ് സ്ഥലത്തെത്തുകയാണ്. ഒരുപക്ഷെ സ്ഥിതി നിയന്ത്രണ വിധേയമല്ലെങ്കിൽ ആകുന്നില്ലെങ്കിൽ ഹെലികോപ്റ്റർ സഹായത്തോടുകൂടി ആകാശത്ത് നിന്ന് ജലം ഇവിടെ തളിച്ചു
ഉപയോഗിച്ചുകൊണ്ട് ആ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോകേണ്ടി വരും. ഏതായിരുന്നാലും സർക്കാർ തലത്തിലുള്ള ആശയവിനിമയം തുടരുകയാണ്. സ്ഥിതിഗതികൾ എന്ത് എന്നതിൽ ഇനി വ്യക്തത വരണം. ശരി, ാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഭൂമിയിലാണ് ഇങ്ങനൊരു വലിയ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. സമീപത്ത് വളരെ തന്ത്രപ്രധാനമായ വനിതാ ബറ്റാലിയൻ്റെ ആസ്ഥാനം, തൊട്ട് അപ്പുറത്ത് ഭാരത് ഗ്യാസ് പ്ലാന്റ്, അങ്ങനെ വലിയ ആശങ്കയുണ്ടാക്കുന്ന തരത്തിൽ സ്ഥാപനങ്ങൾ അടുത്തുണ്ട്. അവിടെ നിന്നൊക്കെ ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നതാണ് ആശങ്കയുണ്ടാക്കുന്നത്. 5 യൂണിറ്റ് ഫയർഫോഴ്സാണ് ഇപ്പോൾ തീ അണയ്ക്കാനായി അവിടെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.